നമുക്കിന്ന് നല്ലൊരു ഇഞ്ചിക്കറി റെഡിയാക്കി നോക്കിയാലോ. പലരുടെയും ഓൾ ടൈം ഫേവറേറ്റുകളിലൊന്നാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. പല നാടുകളിൽ പല രീതിയിലും ഭാവങ്ങളിലും ഒക്കെയാണ് കേട്ടോ ഈ ഇഞ്ചിക്കറി റെഡിയാക്കാറുള്ളത്. ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന രീതി നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നല്ലോണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടാവാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്കത് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കൂടെ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കളറൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഈ ഒരു രീതിക്ക് വേണ്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമ്മൾ ഈ എണ്ണ കളയത്തൊന്നുമില്ല കേട്ടോ. ഈ എണ്ണയിലായിരിക്കും നമ്മുടെ ഇഞ്ചിയുടെ ഫ്ലേവർ എല്ലാം ഇറങ്ങിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടിയും ഈ എണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേണ്ട നമ്മുടെ എണ്ണ ചൂടായി തന്നെ കിടക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഈ പാത്രത്തിൽ തന്നെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ എണ്ണയൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് വേറൊരു പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഇതേ പാത്രത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കടുകൊക്കെ വേണ്ട ഒന്ന് പൊട്ടിയൊക്കെ വരുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മളിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് കൊച്ചുള്ളിയാണ്. അപ്പോൾ ഞാനൊരു 5-6 കൊച്ചുള്ളി കനം കുറച്ച് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൊച്ചുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി നിങ്ങളിൽ ഇല്ലെങ്കിൽ സവാള ചേർത്താലും മതി. പക്ഷേ കുഞ്ഞുള്ളിയിൽ റെഡിയാക്കുന്നതിനാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. കൊച്ചുള്ളിയുടെ അളവ് അല്പം കൂടെ കൂട്ടണമെങ്കിൽ കൂട്ടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഒരു ചെറിയൊരു വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നെ ഒരു പച്ചമുളക് എരിവിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മക്കൾസിനൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഞാനൊരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്കുണ്ടല്ലോ ഇനി നമുക്ക് 1-2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ കറിവേപ്പിലയും കൂടെ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇപ്പോൾ ഞാനിവിടെ 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറ് കിട്ടാനും അതുപോലെ തന്നെ എരിവ് കുറഞ്ഞ് ഇരിക്കാനും കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം പൊടികളുടെ പച്ച ചുവയൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അതിലേക്ക് മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മല്ലിപ്പൊടി ചേർക്കണം താല്പര്യമുള്ളവർക്ക് ഈ ഒരു സമയത്ത് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു റെസിപ്പിക്ക്. ഇനി നമ്മളുണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പം അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തോരം ഗ്രേവിയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഇതുവരെ നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിക്കകത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ പൊടിച്ചെടുത്ത ഇഞ്ചിയും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തുറന്ന് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട്. എന്തോരം കട്ടിക്കാണ് നിങ്ങളുടെ ഇഞ്ചിക്കറി ഇരിക്കേണ്ടത് ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ നന്നായിട്ട് തുറന്ന് വറ്റിച്ചെടുക്കണം. അപ്പം ഞാൻ ഒരുപാടങ്ങ് കുറുക്കോ അല്ല എന്നാൽ ഒരുപാടങ്ങ് ലൂസും അല്ല, ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാനിവിടെ ഇഞ്ചിക്കറി റെഡിയാക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചീവിയ ശർക്കര കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറിക്ക് നല്ല ഒരു ഉപ്പും പുളിയും പിന്നെ ഒരു എരിവും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ സ്വല്പം മധുരം കൂടെ ആകുമ്പം വേറൊരു ലെവലാണ് കേട്ടോ നമ്മുടെ ഈ ഇഞ്ചിക്കറി. അപ്പം ശർക്കരയോ ഇല്ലെങ്കിൽ ശർക്കര നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. ആ ഉപ്പും പുളിയും മധുരവും എരിവും ഒക്കെ വരുമ്പോഴത്തേനും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ആണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതേണ്ട നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നിങ്ങളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറിയാണ്. ചോറിനൊപ്പം ഒരു എക്സലൻറ്റ് കോമ്പിനേഷൻ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ 100 കറികളുടെ ആവശ്യമൊന്നും തന്നെയില്ല. ചോറുണ്ണാൻ ഇത് തന്നെ ബെസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഇത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ ഇഞ്ചിക്കറിയെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും പുറത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. കേടായി പോകത്തില്ല. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ, ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതിയാകും. വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലെ കുഞ്ഞു വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറന്നു പോകരുതേ. നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.